അതിൻ്റെ വെളിയിൽ താഴ്ചാടി. അയ്യോ, ഈ പുറകെ കാണുന്ന ഒരു സംഭവമാണ് കോട്ട. നമുക്ക് അങ്ങോട്ട് കാണാമല്ലോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നുകൊണ്ടു ഇവിടെ ചെങ്കലുണ്ട്. ഇത് ഫുള്ള് ഈ കോട്ട ഇത് നിർമ്മിച്ചേക്കുന്നത് ഇളക്കി മറിയുക. ടോട്ടൽ 35 ഏക്കറാണ്. 35 ഏക്കർ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്തു. ഓ, ശരിക്കും തപ്പി വന്നത് അതാ കേട്ടോ കോട്ട. അത്രയും ദൂരെയാണ്. ഒരു 10 ആളുടെ ഹൈറ്റിങ്ങിലും ഉണ്ട്. പുരാതനമായിട്ടുള്ള കദംബ രാജവംശം എന്ന് പറയുന്ന അവരാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഇനി പണിയാ ക്ഷേത്രമാണ് കേട്ടോ. ഹനുമാൻ ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കിണറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താഴോട്ട് ഇറങ്ങി പോകുന്ന രീതിയിൽ നമ്മുടെ ബാലൻസ് ഇത് മേളിൽ കൂടെ അങ്ങ് പോവാം. അവിടെ ചെന്നിട്ടൊരു ചാടം ചാടാം. കേരളത്തിലെ ഏറ്റവും വലിയൊരു കോട്ടയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കോർണർ സൈഡ്. നമ്മൾ ഉദ്ദേശിച്ചതിലും കിടുവാണ്. അതുപോലെ ഇതിന് ചുറ്റുമുണ്ട്. എന്നിട്ട് ഇതിനകത്ത് മുതലിടും, അതായത് ആൾക്കാർ ചാടി പോകാതിരിക്കാൻ വേണ്ടി. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ ബേക്കൽ കോട്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ കാണുന്ന സ്ഥലം ബേക്കൽ കോട്ട എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബേക്കൽ ഫോർട്ട്. ബേക്കൽ കോട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കവാടമാണ്. അപ്പോൾ ഞാൻ വന്ന് ഇറങ്ങിയ ബസ് സ്റ്റോപ്പ് അതാണ്. നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഈ പറയുന്ന കോട്ടയിലോട്ടുള്ള വാതിൽ കാണാം. അപ്പം വളരെ സിമ്പിളായിട്ട് വരാം. നേരെ കാസർഗോഡ് വരിക. കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് പോകുന്ന ബസ്സിന് കയറുക. ആ ബസ്സിൽ പ്രത്യേകം നോട്ട് ചെയ്തേക്കണം, ബേക്കൽ ഫോർട്ടെന്ന് അല്ലെങ്കിൽ ബേക്കൽ കോട്ട എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ കയറുക. ചോദിക്കുക. നേരെ ഇവിടെ വന്ന് ഇറങ്ങുക. ഇവിടുന്ന് നേരെ കുറച്ച് ഉള്ളിലോട്ട് നടന്നു പോകാനുണ്ട്. അപ്പം നമുക്ക് നേരെ മുന്നോട്ട് നടക്കാം. ഈ പുറകെ കാണുന്ന ഒരു സംഭവമാണ് കോട്ട. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതുണ്ട് ഇവിടെ നമുക്ക് ചെറിയ ഇതിലൊരു ഓഫീസുണ്ട്. ഭാരത സർക്കാർ ബേക്കൽ കോട്ട ഭാരതീയ പുരാവസ്തു ഗവേഷണ വകുപ്പ് തൃശ്ശൂർ മണ്ഡലം എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 25 രൂപയുടെ ഒരു പാസ്സുണ്ട്. അപ്പോൾ ഇതുണ്ട്. ഈ കാണുന്ന ഇതാണ് കോട്ട. ഇതിൻ്റെ എൻട്രി ഇതാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് നമ്മൾ വെട്ടുകല്ലെന്ന് പറയും ഇതിന്, അല്ലേ? ഇതിന് വെട്ടുകല്ലെന്നാണ് പറയുന്നത്. ഇതിന് വേറൊരു പേരിടുണ്ട്, ചെങ്കല്ല്. ഇവിടെ ചെങ്കല്ലും ഉണ്ട്. ഇത് ഫുള്ള് ഈ കോട്ട ഇത് നിർമ്മിച്ചേക്കുന്നത്. കേട്ടോ, എനിക്ക് ഒരു സ്റ്റൈലും ഉണ്ട് എങ്ങനെയാണ്. ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ. ഹനുമാൻ ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുണ്ട്. ഇതുവഴി പോകുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയാണ് ഈ കോട്ടയുടെ ഹൈറ്റ് വരുന്നത്. ഒരു 10 ആളുടെ ഹൈറ്റെങ്കിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ അപ്പോൾ ഇതവർ സ്കാൻ ചെയ്തിട്ടേ നമ്മളെ ഇങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന പോലെ, അതായത് ഇതൊരു വന്ന ഒരു അന്തരീക്ഷമല്ല. ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പം വേറൊരു പൂന്തോട്ടോ ഗാർഡനോ അങ്ങനെ എന്തൊക്കെ തോന്നുന്നു. അതുകൊണ്ടോ അവിടെ നമുക്ക് സ്നാക്സോ ടീ എന്തൊക്കെ മേടിക്കാം. അതാണ് ശരിക്കുള്ള സംഭവം തോന്നുന്നു കേട്ടോ. ഇതുണ്ട്. ഇവിടെയൊക്കെ പഴയ എന്തോ സംഭവങ്ങളുടെയൊക്കെ എത്ര വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കും അല്ലേ? ഈ കോട്ട എന്ന് പറയുമ്പം എൻ്റെ മനസ്സിലോട്ട് വരുന്ന ജയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ജയിലല്ലേ അതോ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്താണേലും നമ്മൾ ഈ കണ്ടതുപോലല്ല, കുറച്ചേറെ ഉണ്ട്. അത് ഫുള്ള് ഈ ചെങ്കല്ലിലാണ് ഇവർ നിർമ്മിച്ചേക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ചെങ്കല്ലാണ് മെയിൻ. അതാണ് നമുക്ക് പോകേണ്ട സ്ഥലം. നമ്മൾ അവിടുന്ന് ഇവിടെ വരെ വന്നു. ഇവിടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു 4 അടിയായിട്ട് മാറി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടൽ കാണാം. ഇങ്ങോട്ട് പോയാലും കടൽ കാണാം. ഇങ്ങോട്ട് പോയാൽ നമുക്ക് ആ കോട്ടയുടെ മേളിൽ കയറാം. അതാണോ കോട്ട? അല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് നോക്കാം. അതുകൊണ്ട് അവിടെയൊക്കെ കുറേ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറാം. ഇതൊരു കയറ്റമാണ്. ഒരു 60 ഡിഗ്രി ചെരിവുണ്ട്. സാധാരണ ഒരു ചെരിവല്ല കേട്ടോ. അവിടെ നല്ല കയറ്റമാണ്. ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്.
ഇത് കിണറായിരുന്നെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നമ്മൾ വന്ന വഴികളും നോക്കിക്കണ്ടോ. സത്യത്തിൽ ആ ഒരു സൈഡിലും ഇങ്ങനെ ഫുള്ള് മട്ടം കറങ്ങാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ട് അടിക്കാം കണ്ടോ. കണ്ടോ, അതിങ്ങനെ ഫുള്ള് വട്ടം അടിക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ. കോട്ട എന്ന് പറഞ്ഞാൽ കോട്ടയുടെയൊക്കെ അവശിഷ്ടങ്ങളേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൻ്റെ ഇതില്ല. സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇത് കിണറാണെന്നാണ് എനിക്ക് തോന്നി, താഴോട്ട് ഇറങ്ങി പോകുന്ന രീതിയിൽ ഒക്കെ മൂടി. അതാണ് കടൽ ഉണ്ടോ ആ സൈഡിൽ. ഇത് ഒന്നുകൂടെ ഫുള്ളൊന്ന് റൗണ്ട് അടിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയൊരു കോട്ടയാണ് കേട്ടോ ഈ ബേക്കൽ കോട്ട എന്ന് പറയുന്നത്. കാസർഗോഡ് വന്നാലത്തെ, കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു കോട്ടയാണ്. അപ്പം ഇതുണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയൊക്കെ വഴികൾ കാണും കേട്ടോ. എല്ലാം ഹിഡൻ സ്പോട്ടുകളാണ്. അപ്പോൾ ഇതുവഴി അങ്ങോട്ട് എൻട്രി ഇല്ല എന്ന് പറയുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു സൈഡുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ആ കടൽ കാണാം. അപ്പം അവിടെ ചെന്നാൽ കുറച്ചുകൂടെ അടുത്ത് കാണാം. നമുക്ക് അങ്ങോട്ട് പോവാം. എന്താണേലും ഒറ്റ റൗണ്ടിങ് ഉണ്ട്, അത് ഫുള്ളൊന്ന് റൗണ്ട് അടിക്കണം. കാരണം ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പുരാവസ്തുവാണ്. എത്ര വർഷങ്ങൾ പഴക്കമുള്ള സംഭവമായിരിക്കും ഇതൊക്കെ, ഈ കോട്ട. എല്ലായിടത്തും ആൾക്കാരുണ്ട് കേട്ടോ, നമ്മളിങ്ങനെ പമ്മി നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഈ ചെങ്കല്ല്, അതായത് ഇതുണ്ട്, ഈ കല്ല് കണ്ടോ, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ അവിടെ ഇതിന് വെട്ടുകല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഈ കോട്ട, അതായത് പുരാതനമായിട്ടുള്ള കദംബ രാജവംശം എന്ന് പറയുന്ന അവരാണ് ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് കോലോത്തിരി, പിന്നെ മൈസൂർ രാജാവ്, അങ്ങനെയുള്ളവർ ഈ കോട്ട പിടിച്ചെടുക്കുമായിരുന്നു. പിന്നെ അവരുടെ കൈവശമാണ്. പിന്നെ ഇതിപ്പം പുരാതന വസ്തുവായിട്ട് മാറി. ഇതാണ് ഇതിൻ്റെ ഒരു ആധികാരികമായ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, അതാ മറ്റേ ഫ്ലോട്ടിംഗ് പാലമാണേ. നമ്മൾ ഒത്തിരി റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ആ കാണുന്നത്. അതൊരു ബീച്ചായിരിക്കും അല്ലേ. ഇത് കടൽ ഇതുണ്ടോ, ഈ മരത്തെ പൂണ്ടായിരിക്കുന്നുണ്ട്. എന്ത് രസമല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ താഴെ ഇറങ്ങുവാണെങ്കിൽ ഒന്ന് റൗണ്ട് അടിക്കാം. ഇങ്ങനെ ഈ റൗണ്ട് അടിക്കുന്നത് നഷ്ടമാണ്, ചുമ്മാ റൗണ്ട് അടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ആ ദൂരെ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ തന്നെയാണ് അടിപൊളി. പക്ഷേങ്കിൽ ഇതുണ്ടോ, എനിക്ക് 6 അടി പൊക്കമുണ്ട്. ഈ മതിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 അടി 7.5 അടി ഹൈറ്റ് വരും. അതുകൊണ്ട് നമുക്കൊന്നും കാണില്ല. പിന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതുള്ള ചെറിയ പൊത്തുകളുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട് അങ്ങനെ. ഇത് ഫുള്ള് അങ്ങനത്തെ പൊത്തുകളുണ്ട്. ഇതുണ്ടോ, എൻ്റെ പൊന്നോ, കൊള്ളാം കേട്ടോ, നൈസ്, അടിപൊളി. ഇതുവഴി ഇങ്ങനെ ഇതുണ്ടോ, ചെറിയൊരു നടപ്പാതയുണ്ട്. അത് ഓപ്പൺ ആയിരിക്കത്തൊന്നുമില്ല. കൊള്ളാം. കടൽ ഇതുണ്ട്, ഇവിടെ കണ്ടാണ്. കടലിൽ ഇറങ്ങരുത്, പാറമുകളിൽ നിൽക്കരുത്, പുകവലിയും മദ്യപാനവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ആ കടലിലോട്ട് പോകാനുള്ള ഒരു ചെറിയൊരു പാതയാണ്, ഒരു വാതിൽ പോലെ. വാ, അപ്പോൾ നമ്മൾ ഉദ്ദേശമല്ല, കുറച്ചുകൂടെ കടലടുത്ത് കാണാം. ഓ, ശരിക്കും തപ്പി വന്നത് അതാ കേട്ടോ. നമ്മൾ തപ്പി വന്ന സ്ഥലം ഇതാ കേട്ടോ. അതായത് നമ്മൾ ഈ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുമല്ലേ, അത് ഇതാണ്. നമ്മൾ ഫോട്ടോയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത്രയും നേരം കണ്ടത് ആ കോട്ടയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്.
അപ്പം ഇതാണ് ശരിക്കും കാണേണ്ടത്. നമ്മളിതിന് മേളിൽ കൂടെ അങ്ങ് പോവാം. അവിടെ ചെന്നിട്ടൊരു ചാട്ടം ചാടാം. അപ്പം ഇതാണ് ബേക്കൽ ഫോർട്ടിൻ്റെ എന്തോ ഒരു സംഭവം, ഒരു കോട്ട. നമ്മളതിൻ്റെ വെളിയിൽ താഴെ ചാടി. അയ്യോ, സൂപ്പർ. ഇത് പൊളിയാണ് കേട്ടോ. ഇത് കാണാൻ പോയിരുന്നെങ്കിൽ എന്താ പറയുന്നത്, നഷ്ടമായി പോയത് ശരിക്കും. ഇതാണ് കാണണ്ടേ. കടലുണ്ടോ? അതുവഴിയൊക്കെ കടലിലോട്ടിറങ്ങാൻ എൻട്രി ഉണ്ട്. ഇതാണ് മെയിൻ സ്ഥലം കേട്ടോ. ഇതിന് മേളിൽ കൂടെ കയറാൻ പാടില്ല കേട്ടോ. ഞാൻ കയറി കഴിഞ്ഞപ്പോഴാണ് ബോർഡ് കണ്ടത്. കടലുണ്ട്, ഇത്രയും അടുത്ത് കാണാം. പൊളി കേട്ടോ, സൂപ്പർ. നമ്മൾ ഉദ്ദേശിച്ചതിലും കിടുവാണ്. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ചു പോകാം. ഇതൊരു കിണറാണ്, പക്ഷേ എങ്കിൽ കുളം പോലെയാണ്. നല്ല ആഴമാണ്. ഞാൻ അവിടെ പോയിട്ട് വന്നേ. അതായത് ഇതുണ്ടോ, ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഇതുപോലത്തെ ഉണ്ട് കേട്ടോ. 1-2 എണ്ണം ഉണ്ട്. ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചില്ല, പിന്നെയാണിത് കാണാമല്ലോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നിതുണ്ടോ, കിണർ പോലെ ആഴമുണ്ട്, എന്നാൽ കുളമാണ് താനും. അതുകൊണ്ട് ഇത് ഈ ഫുള്ള് ഈ പറയുന്ന ഈ ഒരു ബേക്കൽ ഫോർട്ടില്ലേ, ഏതാണ്ട് 35 ഏക്കറാണ്. അപ്പോൾ ഞാനതിൻ്റെ മാക്സിമം റൗണ്ട് അടിച്ച് തിരിച്ച് നമ്മൾ ആ കയറി അവിടെ എത്താറാവുന്നേ ഉള്ളൂ. 35 ഏക്കർ അതിൻ്റെ എൻഡിലൂടെ നടക്കാമെന്ന് പറയുന്നത് ചില്ലറപ്പണിയല്ല. അപ്പോൾ ചെറുതായിട്ട് മടുത്തു. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഫ്രണ്ടിലെത്തി. ഇതാ നമ്മൾ ആദ്യമേ കാണിച്ച ആ ഒരു വഴിയില്ലേ, ആ വഴിയാണിത്. എന്താ ആ വഴിയിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് ആദ്യമേ കയറി ആ കോട്ടയുടെ ഒരു സൈഡിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുണ്ടോ, ഒരു കുളം കണ്ടോ. ഇത് കുളമല്ല, കിണർ വേറൊരു സൈഡിലുള്ളതാണ്. അപ്പോൾ ഇത് കോട്ട. അപ്പോൾ ഇനി നമ്മൾ കയറി വന്ന വഴി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബേക്കൽ കോട്ട ഇത്രേ ഉള്ളൂ, ഇതിൽ കൂടുതൽ കാണാനില്ല. ടോട്ടൽ 35 ഏക്കറാണ്. 35 ഏക്കർ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്തു, അത്രയും ദൂരം നടന്നു. അപ്പോൾ നമുക്കിനി നേരെ വെളിയിലോട്ടിറങ്ങാം. അങ്ങനെ നമ്മൾ കോട്ടയുടെ വാതിലിൽ വന്നു. നമ്മൾ കയറിയ സ്ഥലത്ത് വന്നു. അതാണ് ബേക്കൽ കോട്ട. സത്യത്തിൽ ഉള്ളിൽ കയറി കഴിയുമ്പോഴേ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് അറിയത്തുള്ളൂ കേട്ടോ. വെളിയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു കോട്ട പോലെ തോന്നുള്ളൂ, മതിലൊക്കെ കെട്ടി മറിച്ചേക്കുന്ന പോലെ. അപ്പോൾ ഈ ഒരു കല്ല്, ചെങ്കല്ല്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇത് ഹനുമാൻ ക്ഷേത്രമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മൾ കോട്ടയുടെ വെളിയിലോട്ട് വന്നു. ഉണ്ടോ, പഴയ രീതിയിലുള്ള ആ ഒരു ഇത് മറ്റേ ചെങ്കല്ലാണ്. അതോ എന്തോ ഒരു ചെങ്കല്ല് ഉപയോഗിച്ചാണോ അല്ലേ? ഇവിടെ മൊത്തം അതാണ്. അങ്ങനെ നമ്മൾ എവിടെ നിന്നാണോ കോട്ടയ്ക്കുള്ളിലോട്ട് കയറിയ അതേ കോട്ടവാതിലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഗേസ്. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇത് ഫുള്ള് വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലമാണ്. ഇതുപോലെ ഇതിന് ചുറ്റുമുണ്ട്. എന്നിട്ട് ഇതിനകത്ത് മുതലയിടും, അതായത് ആൾക്കാർ ചാടി പോകാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ അവിടെ പറഞ്ഞുള്ള അറിവാണ്. ഫുള്ള് മുതലയൊക്കെ വളർത്തുന്നതാണ് ഇതുവഴി, വെള്ളം നിറച്ച്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ചാടി വെളിയിൽ ചാടി ഇങ്ങനെ എസ്കേപ്പായി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ കോട്ട. അപ്പോൾ നമുക്കിനി നേരെ നമ്മൾ അവിടെ നിന്ന് കണ്ട ബീച്ചിലോട്ട് പോകാം. ബീച്ചും കൂടെ ഒന്ന് കാണാം. ബേക്കൽ ബീച്ച് പാർക്ക്. നമ്മളവിടുന്ന് നടന്നു പോകുന്നുള്ളൂ. ഒരു 650 മീറ്റർ അല്ലേ, പോട്ടെ 800 മീറ്റർ കാണും. നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അവിടെ നേരെ നടന്ന് ഇങ്ങോട്ട് പോന്നു. നമ്മൾ മൊത്തം ഏതാണ്ട് 2-3 ബീച്ചുകളിൽ മേളിൽ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പച്ചപ്പുള്ളൊരു ബീച്ച്, അതായത് മൊത്തത്തിലൊരു പച്ചപ്പാണ്.
നല്ല ഒരു ഇതുണ്ട്. അതായത് നല്ലൊരു തണുപ്പും തണുത്ത കാറ്റും. മറ്റേത് ചൂട് കാറ്റാ, രക്ഷയില്ല. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നു. ആ കാണുന്നതാണ് ബീച്ച്. അടിപൊളി. അതാണ് നമ്മുടെ ബേക്കൽ കോട്ട. അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നു. നമ്മൾ നോക്കിയപ്പോൾ കണ്ട ആ ഒരു ഇതുണ്ടോ, ഫ്ലോട്ടിംഗ് പാലം കണ്ടോ? തിരമാല അടിക്കുമ്പോൾ അത് ഇളക്കി മറിയുക. ഉദ്ദേശിക്കുന്ന പോലല്ല. കയറിയാലോ? നമുക്ക് നോക്കാം, റേറ്റും കാര്യങ്ങളൊന്ന് ചോദിക്കാം. അഫോർഡബിൾ ആണെങ്കിൽ നമുക്കൊന്ന് കയറാം. ഞാൻ റെഡിയായി. 150 രൂപ ഒരാൾക്ക്. അപ്പം സംഭവം എങ്ങനെയായിരിക്കുമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ എടുത്തടിച്ച് മറിക്കുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഒന്ന് കയറിയേക്കാം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പോകുന്നതാണ്. എൻ്റെ പൊന്നോ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മുടെ ബാലൻസ് പോകുന്ന പരിപാടി കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബാലൻസ് പോവും. തിരമാല വരുന്ന കേട്ടോ, പൊങ്ങി പോവേ. അത് തിരമാല വരുന്നതിന് നമ്മൾ നടന്നു പോവുകയായിരിക്കും നല്ലത്. അമ്മേ, സീന മോനെ, സീന. ഇതിനൊരു പ്രത്യേക ഒരു ഇത് വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ബാലൻസാണ് മെയിൻ. ബാലൻസാണ് മോനെ മെയിൻ. അയ്യോ, ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറിയാൽ മതി. നമ്മുടെ എല്ലാം എടുത്ത് വെളിയിലിടും. നമ്മളിതാ അവിടെയാണ് പോയത്. അവിടെ നിന്ന് അവിടെ ചെന്നു. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ വന്നു. ഇപ്പോൾ നമ്മളിതാ ഇവിടെ കിടന്ന് തിത്തിച്ചാര കളിക്കുന്നു. അയ്യോ, ഉദ്ദേശമല്ലോ കേട്ടോ, സീന. കാരണം സൂപ്പറാണ്. എന്നാലും കണ്ടോ, നമ്മളിപ്പോൾ ഏകദേശം കടലിൽ നടുക്കോട്ട് വരുംതോറും ആ ഒരു ചാട്ടമില്ല. അങ്ങോട്ട് പോകുമ്പോൾ തോറുമാണ് ആ ഒരു തീരം അടുക്കുന്ന ആ സൈഡില്ലേ, അവിടെയാണ് പണി. ഇവിടെ നമുക്ക് നോർമലി ഇതുവരെ കൂളായിട്ട് നടന്നു പോകാനേ ഉള്ളൂ. സംഭവം കൊള്ളാം കേട്ടോ, കിടുക കൊള്ളാം കേട്ടോ. അടി അയ്യോ, ഇവിടെ നോക്കുമ്പോൾ കണ്ടോ കോട്ട. അത്രയും ദൂരെയാണ്, ഇത്രയും ദൂരെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് കിടന്ന് ചാടി മറിയുക. ഇതാണ് ഇതിൻ്റെ കോർണർ സൈഡ്. ഇത് കിടന്ന് ഒളിഞ്ഞ് മറിയുക കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നിന്നില്ലെങ്കിൽ കാമത്തി അടിക്കും. ഓക്കെ, നമുക്കിനി തിരിച്ചു പോകാം. ഇങ്ങോട്ട് വന്ന് പാടില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളെ എടുത്ത് മറിച്ചടിച്ചായിരുന്നു. ആണോ? ഇനി പണിയാ. ആണോ? പണിയാണ് മോനെ. പുറകിൽ നിന്ന് തിരമാല വരുമ്പോൾ നമ്മൾ പൊങ്ങിപ്പോവും. അതാണ് സംഭവം. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പുറകിൽ നിന്ന് തിരമാല വരുന്നുണ്ടെന്ന് കാണാൻ കണ്ടോ. ഇതിപ്പോൾ തിരമാല വരുന്നുണ്ടോ നോക്കിയാൽ കാണാം. നോക്കാൻ പോയാൽ ചിലപ്പോൾ മുന്നി അടിച്ച് വീഴും. ഏകദേശം ഇത് പൊങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും തിരമാല വരുന്നുണ്ടെന്ന്. അത് കൊള്ളായിരുന്നു കേട്ടോ. അയ്യോ, അത് ഉദ്ദേശിച്ച പോലല്ല, അത് ഇച്ചിരി കട്ടിയായി പോയി.
അത് വരുന്നുണ്ട്. കര അടുക്കാറാകുമ്പോഴാണ് അടുത്ത വരുന്നുണ്ട്. കൊള്ളാം, നൈസാട്ടോ. അപ്പോൾ തിരമാലയെല്ലാം പോയി നമ്മൾ തിരിച്ച് കരയ്ക്ക് വന്നു. നമ്മളത് എവിടെയാണ് പോയത്? കൊള്ളാം, സൂപ്പറാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.